My dearest brothers and sisters, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, first of all, I want to thank you from the deepest place in my heart. ആദ്യമായിട്ട് എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും നിങ്ങളോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. For your love, for your support, and for making me your member of parliament today. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ പിന്തുണയ്ക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ജനപ്രതിനിധിയായി എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. Welcome to all my colleagues from the UDF who are standing here, all of whom who worked very hard for this election, and many of the UDF workers who are amongst you, to whom I owe this victory. ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സഹപ്രവർത്തകരെയും, അതുപോലെ തന്നെ ഇന്ന് ഈ ജനക്കൂട്ടത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും, നിങ്ങൾക്കാണ് എന്റെ ഈ വിജയം സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. Because for many years, for 35 years, I managed elections for my mother and brother. I understand the kind of hard work that goes into elections and campaigning on the ground. കാരണം കഴിഞ്ഞ 35 വർഷങ്ങൾക്കായി എന്റെ അമ്മയ്ക്കും സഹോദരനും വേണ്ടിയുള്ള ഇലക്ഷൻ പ്രചരണത്തിന്റെ ചുമതല എനിക്കായിരുന്നു. അതുകൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടാണ് താഴെത്തട്ടിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തുക എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. So I know very well that such big margins are not possible unless there is very hard work by each and every worker on the ground, and I thank you all for that. എനിക്കറിയാം ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുക എന്നത് താഴെത്തട്ടിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനമില്ലാതെ സാധ്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരോടും അതിനുവേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. And of course they are never possible unless the people want to vote for you, unless they want to give you your love and their love and affection. And that's why, more importantly, more than anything else, I want you to know that each one of you who waited for me, each one of you who met me during the campaign, everyone who stood outside their houses on streets like this, came, gave me your love, your affection, holding a flower, a hug, a kiss. I want each one of you to know that you are my responsibility, that I take your love with complete seriousness, and it is my duty to fight for you, to give you a better future in the next 5 years and ahead. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹം ഇഷ്ടവും ഇല്ലാതെ സാധ്യമാവുകയില്ല. ജനങ്ങൾ വന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് സാധ്യമാവുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രചരണ സമയത്ത് മുഴുവൻ എനിക്ക് വേണ്ടി വഴിയരികിൽ കാത്തുനിന്ന, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ, എനിക്ക് പൂക്കൾ നൽകിയ, എനിക്ക് ഉമ്മകൾ നൽകിയ, എന്നെ കെട്ടിപ്പിടിച്ച നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളോട് ഒരു കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ പൂർണ്ണ ഗൗരവത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ഏറ്റെടുക്കും. അടുത്ത 5 വർഷങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് എന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി ഞാൻ കണക്കാക്കുന്നു. During the campaign, I met many of you. I met farmers, owners of small shops, businesses, teachers. I met sisters in churches. I went to mosques, temples. I met everybody, many people. And from you, I was able to gauge and understand the issues that you face in your everyday life. പ്രചരണ സമയത്ത് നിങ്ങൾ ഒരുപാട് പേരെ ഞാൻ കണ്ടുപിടുത്ത കർഷകരെ കണ്ടു, ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരെ കണ്ടു, ടീച്ചേഴ്സിനെ കണ്ടു, അധ്യാപകരെ കണ്ടു, അതുപോലെ സിസ്റ്റേഴ്സിനെ കണ്ടു. അതുപോലെ ഞാൻ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളുടെ ഒക്കെ ഭാഗമായി സന്ദർശനം നടത്തി. അവിടെ നിന്ന് എല്ലാവരും നിങ്ങളോട് സംസാരിച്ചതിൽ നിന്നും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. There are big issues here that need to be resolved, that need to be worked on. I met some people from tribal communities who told me about the difficulties they have, especially for health services, educational services. ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കപ്പെടേണ്ടതായ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ബന്ധപ്പെട്ട ചിലരെ ഞാൻ കണ്ടു. അവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. Farmers who are suffering due to the policies of the government, not getting the right prices for their crops, and also the man-animal conflict due to which their crops are endangered and very often disturbed and eaten or destroyed by animals. ഇവിടെ കഷ്ടപ്പെടുന്ന കർഷകരുണ്ട്, കാരണം അവർക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല. ഗവൺമെന്റിന്റെ നയങ്ങൾ മൂലം അവർ ബുദ്ധിമുട്ടുന്നു. അതുപോലെ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം അവരുടെ വിളകൾ നശിക്കുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. I met homestay owners
who have built beautiful homestays but also faced major issues, especially after the landslide, when people across India saw the devastation and became afraid to come here, thinking that this is an area where there are landslides. So there is a lot of work that we need to do, even just to show that the landslide was in a small area and the rest of this beautiful constituency of Wayanad is beautiful and still welcomes tourists, and there is no such danger over here. അതുപോലെ തന്നെ ഞാൻ ഹോം സ്റ്റേ ഉടമസ്ഥരെ കണ്ടു. അവർ പറയുന്നത് ഇവിടെ മണ്ണിടിച്ചിൽ നടന്ന ശേഷം, ആ ദുരന്തം നടന്ന ശേഷം ഇവിടേക്ക് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണെന്ന്. കാരണം അവർ പേടിച്ചു. ഈ ലോകം, ഇന്ത്യ മുഴുവനുള്ള ആളുകളോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായത്, ഒരു വലിയ നാശം വിതച്ചത് ഒരു ചെറിയ ഭൂപ്രദേശത്ത് മാത്രമാണ്. ബാക്കി പ്രദേശങ്ങളിൽ ഒരു പ്രശ്നമില്ല. വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്ന ഈ മനോഹരമായ പ്രദേശത്തെ കൂടുതൽ ആളുകൾ വരണം, ഇവിടെ സുരക്ഷിതമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. You have the long-standing issue of the night ban and the long-standing issue of the medical college, both of which we need to fight for, and we need to understand how together we can resolve the night ban issue. നിങ്ങൾക്ക് ദീർഘകാലമായി നിലനിൽക്കുന്ന രാത്രിയാത്രാ നിരോധനം എന്ന പ്രശ്നമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വളരെ കാലമായി നിങ്ങളുടെ ആവശ്യമായ മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. Whatever progress was made in the medical college also, because of the pressure Rahul ji put on the government, we need to put more pressure and advance the work even faster. രാഹുൽ ജി ഗവൺമെന്റിന്റെ മേൽ ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായി മെഡിക്കൽ കോളേജിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി, ആശുപത്രി ആരോഗ്യ സംവിധാനത്തിൽ. അതുമാത്രമല്ല, ഇനിയും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി അവിടെ മെഡിക്കൽ കോളേജിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. So these are the issues that we need to tackle. At the same time, I really believe that if we strengthen tourism here and we do all we can to show the world what a beautiful place this is, then a lot of your livelihoods will be supplemented and you will have better employment possibilities. അത് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. അതുപോലെ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങളുടെ ജീവനോപാധികളെ നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. And with the beautiful crops that you grow and the spices you grow, I think food packaging units and a little bit of push on that sector and on the agricultural sector will really again help Wayanad to progress and advance. നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന മെച്ചപ്പെട്ട നാണ്യ വിളകളുണ്ട്, അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ഒരുപാട് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകാനും നമ്മൾക്ക് ഒരുപാട് പുരോഗതി ഈ മേഖലയിൽ വയനാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. So I think together we need to work. I need to spend much more time with you, come to your houses, meet you, understand properly from you what your issues are in depth, and then we need to work together to resolve them. We need to work together to build on tourism, on food processing, on farming, to be able to increase employment and provide a better future. നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം. എനിക്ക് കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കണം. നിങ്ങളോട് ഓരോരുത്തരോടും വന്ന് സംസാരിക്കണം. വിനോദസഞ്ചാര മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് ഈ മേഖലകളെ ശക്തിപ്പെടുത്തി വയനാട്ടിലെ തൊഴിലവസരങ്ങളും ജീവിതങ്ങളും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ടതാക്കി എടുക്കണം. And I look forward to this journey with you. This is just the beginning. I look forward to meeting all of you, to coming to your homes, to understanding you better, and to get from you a much deeper understanding of what you want me to fight for and how you want your issues to be resolved. നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്ര ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ യാത്ര മുൻപോട്ട് പോകുന്നത് ഞാൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തിനു വേണ്ടി പോരാടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നിങ്ങളിൽ നിന്ന് നേരിട്ട് അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. I have much to learn from all of you. നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും എനിക്ക് ഒരുപാട് ഇനി പഠിക്കാനുണ്ട്. And one of my first lessons was when I came here 4 months ago, almost exactly today, with my brother after the terrible landslides that devastated Wayanad. വയനാട്ടിൽ അതിഭീകരമായ നാശം വിതച്ച ആ മണ്ണിടിച്ചിലിന് ശേഷം 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ തീയതി ഞാൻ എൻ്റെ സഹോദരനൊപ്പം വന്നപ്പോഴാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഞാൻ പഠിച്ചത്. I have seen many tragedies, and because of our professions, we go across India. When there are tragedies, we meet people. But seldom do I see the kind of pain and suffering that I saw when I came here.
പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി പലതരത്തിലുള്ള ദുരന്തങ്ങൾപ്പെട്ട ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വേദന, ഇത്രയും കഷ്ടപ്പാട് അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. Nature's fury was concentrated in a small area. All the houses in that area were washed away. All the families washed away. Livelihoods washed away. പ്രകൃതിയുടെ കോപം മുഴുവൻ ഒറ്റ പ്രദേശത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും കുടുംബങ്ങളെല്ലാം പോയി, അവരുടെ ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടു. And yet in the middle of this devastation and the middle of this pain and suffering, I saw with my own eyes the humanity of all of you. ഇത്രയും നാശത്തിന്റെ ഇടയിൽ, ഇത്രയും വേദനയുടെ ഇടയിൽ, ഇത്രയും കഷ്ടപ്പാടിന്റെ ഇടയിൽ എന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള മനുഷ്യത്വം ഞാൻ അന്ന് നേരിട്ട് കണ്ടു. Your kindness, your compassion, the way you came together to help each other. You did not see who's a Muslim, who's a Hindu, who's a Christian. You did not ask a caste. You did not ask religion. You just did whatever you could do to help those who were suffering. നിങ്ങളുടെ അനുകമ്പ, നിങ്ങളുടെ ദയ, It's passing from this place. നിങ്ങളുടെ ദയ, നിങ്ങളുടെ അനുകമ്പ ഞാൻ കണ്ടു. നിങ്ങൾ അവിടെ ദുരന്തബാധിതരോട് നിങ്ങൾ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിം ആണോ എന്ന് നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ആരുടെയും ജാതി ചോദിച്ചില്ല. നിങ്ങൾ ആരുടെയും മതം ചോദിച്ചില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് അവരെ സഹായിക്കാൻ വന്നതെന്ന് ഞാൻ അവിടെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. And yesterday I spoke about a child I met who is probably 17 or 18 years old, who had lost his entire family. ഇന്നലെ ഞാൻ അവിടെ കണ്ട ഒരു കുട്ടിയെ കുറിച്ച് സംസാരിച്ചു. 17 അല്ലെങ്കിൽ 18 വയസ്സുണ്ടായിരിക്കും. മുഴുവൻ കുടുംബത്തെ നഷ്ടപ്പെട്ട ആ കുട്ടിയെ കുറിച്ച് ഇന്നലെ ഞാൻ സംസാരിച്ചു. So I made friends with him, and every now and then, every few days on WhatsApp, I asked him how is he. When I came here for the election campaign, I thought I'll send him a gift after the elections. ഞാൻ അദ്ദേഹത്തോട്, ആ കുട്ടി ഞാനും കൂടെ സുഹൃത്തുക്കളായി, ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഞാൻ ആ കുട്ടിയോട് ചോദിക്കും എന്ത് ചെയ്യാ, സുഖാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വിചാരിച്ചു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് ഞാൻ ഒരു ചെറിയ സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. So I asked him, what are your hobbies? Do you play soccer? What do you like to do? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ വിനോദം, എന്താ കാര്യങ്ങൾ ചെയ്യുന്നത്, ഫുട്ബോൾ ഇഷ്ടമാണോ, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. And this child who had lost his entire family, who had struggled for 6 hours to save his mother from the raging waters and failed, who had watched his mother being swept away. And when I went to see him, he could barely stand up. He was in so much grief. This child told me that my hobby is to help people who are suffering. ഈ കുട്ടി സ്വന്തം അമ്മയെ ആ വെള്ളപ്പാച്ചിൽ രക്ഷിക്കാനാവാതെ 6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് അമ്മ ഇങ്ങനെ ഒഴുകി പോകുന്നത് നോക്കി നിന്ന് ആ കുട്ടി, ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി. ഞാൻ എന്താണ് നിന്റെ വിനോദമെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറയാണ്, അന്ന് ഞാൻ കണ്ടപ്പോൾ ദുഃഖം കാരണം സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന ആ കുഞ്ഞ് എന്നോട് പറയാണ്, എൻ്റെ വിനോദം എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കലാണെന്ന്. When I read his message, I really deeply understood what an honor it is to be the representative of all of you in Parliament. ആ കുട്ടിയുടെ ആ മെസ്സേജ്, വാട്സപ്പിൽ ആ മെസ്സേജ് കണ്ടപ്പം എനിക്ക് ആഴത്തിൽ മനസ്സിലായി, നിങ്ങൾ ഓരോരുത്തരെയും ഈ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നിങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. Because maybe you don't fully realize what a symbol of the true values that India stands for lies here in Wayanad. ഒരു പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല, ഇന്ത്യ എന്ന രാജ്യം പ്രതിനിധാനം ചെയ്യുന്ന എത്ര യഥാർത്ഥ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്നവരാണ് നിങ്ങളെന്ന് ഒരു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. The unity you show, the compassion you have for each other, the love you share with each other, it is unique, especially today when across India there is divisiveness and politics is constantly pushing you to be separate, to divide you. ഈ രാജ്യം മുഴുവൻ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം നടക്കുമ്പോൾ, രാഷ്ട്രീയം നിരന്തരമായി നിങ്ങളെ വിഭജിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കാണിക്കുന്ന അനുകമ്പ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും കാണാത്തതാണ്, വിശിഷ്ടമായതാണ്, സവിശേഷമായതാണ്. So to me you really represent all that is beautiful about our country.
എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ഈ രാജ്യത്തെ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. And you also represent the fight that we, all of us in the UDF, are fighting. നിങ്ങൾ എല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ഈ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പോരാട്ടത്തെയും നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നുണ്ട്. Today we are fighting for the spirit of our nation, for the soul of India. ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. We are fighting for the values of our constitution on which our nation was built. ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the right of each one of you to have a better, stronger future. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മെച്ചപ്പെട്ട ശക്തമായ ഭാവി ഉണ്ടാവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the power and resources of this country to belong rightfully to the people of this country. ഈ രാജ്യത്തെ അധികാരവും ഈ രാജ്യത്തെ വിഭവങ്ങളും നീതിപൂർവകമായ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything in its power to destroy the institutions upon which our country was built. ഈ രാജ്യം പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങളെ എല്ലാ വിധത്തിലും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. That is weakening the rights of the people and handing over that which rightfully belongs to you to a few businessmen friends of theirs. ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. So it is really your fight that we are fighting. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോരാട്ടമാണ് ഇന്ന് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. And as all of you and all of us stand shoulder to shoulder and go into this battle, you should know that you have placed your trust and faith in me, that I understand this very well, that the next 5 years and hopefully ahead of that as well, I will spend day and night fighting for you, fighting for a better, stronger future for you. നമ്മൾ ഈ പോരാട്ടത്തിൽ നമ്മളും തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് ഈ പോരാട്ടത്തിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അടുത്ത 5 വർഷം മാത്രമല്ല പ്രതീക്ഷയോടുകൂടി അതിനപ്പുറവും ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. And as I said when I first came here, you will not be disappointed. ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. Yesterday in one of these meetings, somebody from the crowd said, "Promise me that you are going to come back." ഇന്നലെ ഇതുപോലെയുള്ള യോഗത്തിൽ ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയായിരുന്നു, ഉറപ്പ് നൽകുക, ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകണമെന്ന് ഒരാൾ പറഞ്ഞു. So I am promising you that I will come so many times that you will get fed up of me. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം വരും, ഞാൻ വന്ന് നിങ്ങൾ മടുക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. So please get used to seeing me. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വയനാട് നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ കണ്ട് പരിചയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And let's travel on this beautiful journey of making you a better life, stronger futures together. നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ശക്തിയുള്ള ഭാവി ഉണ്ടാക്കുന്ന മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. These 2 days I am going around to every assembly thanking everybody for the love and the affection you have given me. But after this my real work will begin and we will work together to resolve all the issues that you are facing. ഈ 2 ദിവസങ്ങൾ ഞാൻ ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഈ 2 ദിവസങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനു ശേഷമാണ് എന്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി. And first task is to start learning Malayalam. എന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മലയാളം പഠിക്കാൻ തുടങ്ങലാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. But I am learning more also. ഞാൻ ഇതിലും കൂടുതൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you very, very much for everything, for giving me your love and for choosing me as your representative. It is truly an honor for me to be your MP. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ നിങ്ങളുടെ പാർലമെന്റിൽ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തതിനും വളരെയധികം നന്ദി. അതെനിക്ക് വലിയൊരു ആദരവാണ്. He's saying something. എന്താ? I will definitely look into it, yes. I will look for a nice place to
to stay and have a place here. Thank you. താമസിക്കാൻ ഞാൻ ഒരു നല്ല സ്ഥലം നോക്കാം.